ഏറ്റവും ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഉള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ജ്യോതിർഗമയ SKN40 സെക്കൻഡ് ഫേസ് ഇന്ന് തുടക്കം കുറിക്കുക. ഫസ്റ്റ് ഫേസ് ശ്രീ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സാന്നിധ്യമാകാൻ ആദ്യ ദിവസം തന്നെ കഴിഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു. രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോഴും അതിനോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് ശ്രീ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ 24 ന്യൂസ് ചാനലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ലഹരി മരുന്നിൻ്റെ ഒരു ഹബ്ബായി മാറുകയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള വാക്ക്, മനോഹരമായൊരു വാക്കുണ്ട്, ക്യാച്ച് ദ യങ് എന്ന് പറയും. ചെറുപ്പത്തിലെ തന്നെ, അതായത് ശരിയായ ട്രാക്കിലേക്ക് ചെറുപ്പത്തിലെ തന്നെ അവരെ കൊണ്ടുവരണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ അത് മനോഹരമായി നടപ്പാക്കുന്നത് ലഹരി മാഫിയ. അവരാണ്, ചെറുപ്പക്കാരെയാണ്, കുട്ടികളെയാണ്, കൗമാരക്കാരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലഹരി മരുന്ന് കൊടുക്കുന്ന ഒരു ടീമിന് 50 പേരുണ്ടെങ്കിൽ അവരെ അടുത്ത വർഷമാകുമ്പോൾ അതിൻ്റെ എണ്ണം 5000 പേരാക്കി മാറ്റും. ഇതിൽ നിന്ന് തിരിച്ചു വരാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ചോദ്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതൊരു തമാശന് വേണ്ടി തുടങ്ങുന്നത് പിന്നീട് അത് അഡിക്ഷനായി മാറുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മാതാപിതാക്കളെ കൊന്ന കേസ്, മാതാപിതാക്കളെ കൊന്ന കേസ് 15 എണ്ണമാണ് കേരളത്തിൽ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ക്രൈമിൻ്റെ നേച്ചർ തന്നെ മാറി. ക്രൂരമായ തരത്തിൽ ക്രിമിനൽ കൃത്യങ്ങൾ ചെയ്യുകയാണ്. കാരണം അവർ ലഹരി മരുന്നിൻ്റെ അടിമകളായി മാറുകയാണ്. ആ ലഹരി മരുന്നിന് നമ്മൾ കീഴടങ്ങണമോ, ലഹരി മരുന്നിൻ്റെ ആ മാഫിയയുടെ കെണിയിൽ നമ്മൾ പെടണമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താകണം ലഹരി എന്നാണ്. ഇത് നോളജ് എക്സ്പ്ലോഷൻ്റെ കാലമാണ്. വിജ്ഞാന വിസ്ഫോടനം വല്ലതും പൊട്ടിത്തെറിക്കുന്നതാണോ വിജ്ഞാന വിസ്ഫോടനം? അല്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഞങ്ങൾ ലൈബ്രറി പോയിരിക്കണം, അധ്യാപകരോട് ചോദിക്കണം. ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ്. നിങ്ങളുടെ വിരൽ തുമ്പുകളിലാണ് അറിവ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ $മില്യൺസ് ചെലവാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നു, പുതിയ അറിവുകൾ ഉണ്ടാകുന്നു. നിങ്ങൾ യുവാൽ നോവ ഹരാരെ എന്ന് പറയുന്ന എഴുത്തുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോമോസേപ്പിയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? പുസ്തകം അത് എഴുതിയ ആളാണ് യുവാൽ നോവ ഹരാരെ. അദ്ദേഹം 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യവംശത്തിൻ്റെ ചരിത്രം, എവല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു പുസ്തകമുണ്ട്, ഹോമോ ഡ്യൂവോസ്, മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചാണ്. അതിൽ രസകരമായൊരു ഭാഗമുണ്ട് മെഡിക്കൽ സയൻസിനെ കുറിച്ച്. അദ്ദേഹം ചോദിക്കുന്നു, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു? 35-40 വയസ്സായിരുന്നു. ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 75-80 ആവറേജ് വയസ്സ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആർക്കാണെന്നറിയോ? ജപ്പാനിലെ സ്ത്രീകൾക്ക്. അന്ന് അന്വേഷിക്കണം നമുക്ക്, സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ്. 87.5 അവരുടെ ആയുസ്. എന്തുകൊണ്ടാണ് 35-40 നിന്ന് 75-80 ആയുസ് വർദ്ധിച്ചത്? മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച അല്ലേ? അപ്പം അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരിക്കും? എത്രയാണെന്ന് പറയാമോ? 160-നും 180-നും വയസ്സിനിടയിലായിരിക്കുന്നത്. ശ്രീകണ്ഠൻ നായർ വിചാരിച്ച് അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതി. അതാണ് കാരണം. എന്തുകൊണ്ടാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയുമോ തൻ്റെ അസുഖം ഇതാണ്. അടുത്ത പരിപാടി ഏതാ? മരുന്ന് കൊടുക്കൽ. അപ്പോൾ ഒരു 10 മരുന്നെടുക്കും. ഇത് വേണ്ട, തൻ്റെ ലിവർ അടിച്ചു പോകും, ഇത് തൻ്റെ കിഡ്നി അടിച്ചു പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ, ഈ മരുന്ന് കഴിച്ച അസുഖം മാറും. വായനയിലൂടെ, അറിവിലൂടെ, ആ അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമായിരിക്കണം നമ്മുടെ ലഹരി. നിങ്ങളെല്ലാം വലിയ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തേണ്ടതാണ്. മിടുമിടികളായി വലിയ ലക്ഷ്യബോധത്തോടു കൂടി അല്ലേ, നിശ്ചയദാർഢ്യത്തോടു കൂടി കഠിനാധ്വാനം ചെയ്ത് വലിയ സ്ഥാനങ്ങളിലെത്തണം. നമ്മളെ ലഹരി ഇനി അതിന് നമ്മൾ അടിമപ്പെടില്ല. നമുക്ക് പരിചയമുള്ള ഒരാളെയും അതിൻ്റെ അടിമയാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന വാശിയോടുകൂടി ചെയ്യണം. അപ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ ഈ മഹാദൗത്യം അത് ലക്ഷ്യത്തിലെത്തുന്നത്. ഞാൻ അദ്ദേഹത്തെയും 24 ചാനലിനെയും ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട്, അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി, അധ്യാപകരെയും ബാക്കി അനധ്യാപകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തു നിർത്തുന്നു. നന്ദി.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വഴുതക്കാട് കോട്ടണിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മുഖ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള ശകലമാണ് നിങ്ങൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.